നാഗ്പൂരിലുണ്ടായ അറസ്റ്റിനെ CSI സഭ ശക്തമായി അപലപിക്കുന്നു. കേരള ബിഷപ്സ് കൗൺസിൽ സെക്രട്ടറി എന്ന നിലയിൽ ബിഷപ്സ് കൗൺസിലിൻ്റെ അഗാധമായ ദുഃഖവും ഈ സമയത്ത് രേഖപ്പെടുത്തട്ടെ. ഈ അറസ്റ്റ് ദുരുദ്ദേശപരമാണ്. കഴിഞ്ഞ 12 വർഷമായി നാഗ്പൂരിൽ സൗത്ത് കേരള മഹായിടവയുടെ മിഷൻ പ്രവർത്തിച്ചു വരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ 3 മേഖലകളിലാണ് പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത്. 1, വയോജനങ്ങളുടെ ഇടയ്ക്കുള്ള വിദ്യാഭ്യാസം. 2, കുട്ടികൾക്കിടയിലുള്ള നഴ്സറി പ്രോഗ്രാംസ്, അവർക്കുള്ള ട്യൂഷൻ സെൻറ്റേഴ്സ്, ഇതെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഹെൽത്ത് ആൻഡ് ഹൈജീനെ പറ്റി ആളുകളെ ബോധവൽക്കരിക്കുന്നതിന് ഗ്രാമങ്ങളിലുള്ളവർക്ക് ഈ സെൻറ്റർ സഹായം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക്, വിദൂരമുള്ള ഗ്രാമങ്ങളിൽ ചിന്തിച്ചാൽ ക്രൈസ്തവരുടെ ഈ മാതിരിയുള്ള പ്രവർത്തനങ്ങൾ ഏറെ ശക്തമാണ്. അതാണ് ആ ഗ്രാമങ്ങളിൽ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയ്ക്ക്, അവരുടെ സാമൂഹികമായ ഉന്നമനത്തിന് ഏറെ സഹായകരമായിട്ടുള്ളത് എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ സാധിക്കുന്നതല്ല. ദൂരവ്യാപകമായി ക്രൈസ്തവ സമൂഹത്തെ തിരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളാണ് ഈ അടുത്ത കാലത്തുണ്ടായത്. 2 ദിവസം മുൻപ് ബഹുമാനമുള്ള ഉപരാഷ്ട്രപതി ലോക് ഭവനിൽ സഭാ മേലധ്യക്ഷന്മാരെ വിളിച്ചപ്പോൾ ബിഷപ്സ് കൗൺസിൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാനും അതിൽ പോയി പങ്കെടുക്കുകയും ഇപ്രകാരമുണ്ടാകുന്ന അതിക്രമങ്ങൾ, നോർത്ത് ഇന്ത്യയിൽ ക്രിസ്മസ് സമയങ്ങളിൽ ധാരാളം അതിക്രമങ്ങളുണ്ടായി, ആരാധന തടസ്സപ്പെടുത്തി. ഈ സമയങ്ങളിലൊക്കെ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയും മൗനം പാലിച്ചു. ആ മൗനം എന്നത് ഇൻഡയറക്റ്റായി ഇതിനെ അനുകൂലിക്കുന്നു എന്ന് ജനങ്ങൾ സംശയിക്കുന്നു, സഭ അതിനെ അപ്രകാരം സംശയിക്കുന്നു. അതുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കണമെന്നും അന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. ഇപ്രകാരം ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഹനിക്കുന്ന നടപടികളിൽ നിന്ന് ഗവൺമെൻറ്റുകൾ പിന്മാറണമെന്നും കൗൺസിൽ ആവശ്യപ്പെടുന്നു.